Assalamualaikum and a very good morning to my YouTube family. Hope you guys are doing great. ഇന്നൊരു കുഞ്ഞ് സൺഡേ വ്ളോഗായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. എല്ലാം കവർ ചെയ്യാനൊന്നും പറ്റിയിട്ടില്ലെങ്കിലും കഴിയുന്ന പോലെ കാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ചെറിയ വ്ളോഗാണ് കേട്ടോ ഇത്. ഇന്നത്തെ സൺഡേ ഞാൻ എന്തൊക്കെ ചെയ്തു, എന്തൊക്കെ കഴിച്ചു, എവിടെയൊക്കെ പോയി, അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഷെയർ ചെയ്യാമെന്ന് വെച്ചു. പ്ലസ് ഒരു കുഞ്ഞു റെസിപ്പിയും ഇതിൽ ഇൻക്ലൂഡ് ആക്കിയിട്ടുണ്ട് കേട്ടോ. സോ എണീറ്റ പാട് ഫ്രഷ് എയർ കിട്ടാൻ വേണ്ടി വിൻഡോസ് തുറന്നിടാൻ കേട്ടോ. അടുത്ത നമ്മളെ പല്ല് തേക്കൽ ആൻഡ് ഫേസ് വാഷ് പരിപാടിയൊക്കെ കഴിഞ്ഞ് നേരെ കിച്ചണിലോട്ട് പോവുക. പണ്ട് മുതലേ എൻ്റെ വാട്ടർ ഇൻടേക്ക് വളരെ വളരെ കുറവാണ് കേട്ടോ. അത് കാരണം എനിക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ ഞാൻ ഈ ബോട്ടിലിൽ ഇങ്ങനെ വെള്ളം നിറച്ച് വെക്കും. ഇതിൽ റിമൈൻഡർ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരു മോട്ടിവേഷനാണ്. അതാകുമ്പോൾ കറക്റ്റ് ടൈമിൽ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ വെള്ളം കുടിച്ചോളും. അപ്പോൾ എൻ്റെ ബോഡിക്ക് വേണ്ട അളവിലുള്ള വെള്ളം കിട്ടുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്താമല്ലോ, അതുകൊണ്ടാണ്. അതൊക്കെ പോട്ടെ, ഇനി അടുത്ത പരിപാടിയാണ് ചായ ഉണ്ടാക്കൽ. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ എനിക്ക് ചായ മസ്റ്റാണ്, ഓറൽസ് എനിക്ക് മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ശരിയാവാത്ത പോലെ ഫീൽ ചെയ്യും. എനിക്കാണെങ്കിൽ പാൽ ചായ തന്നെ വേണം താനും, എന്നാൽ പാലിൻ്റെ ചായ വരാനും പാടില്ല. അതുകൊണ്ട് ഞാൻ ചായ ഉണ്ടാക്കുമ്പോൾ എപ്പോഴും ഏലക്ക ഇട്ടിട്ടാട്ടോ കുടിക്കൽ. എൻ്റെ ചാനലിൽ പുതിയതായിട്ട് വന്നവരാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇന്ന് സൺഡേ ആയതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് പൊറോട്ട വാങ്ങി കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ തലേ ദിവസം ചിക്കൻ കുർമ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതും പൊറോട്ടയും ആയിരുന്നു ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഈ ഒരു കോമ്പിനേഷൻ അടിപൊളിയാണ് കേട്ടോ. മോന് നല്ലോണം പനിക്കുന്നതുകൊണ്ട് ഞാൻ അവന് വേണ്ടി സെപ്പറേറ്റ് ആയിട്ട് കിച്ചടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ആ പൈനാപ്പിൾ ഞാൻ കരുതിക്കൂട്ടി വെച്ചതാട്ടോ. കാരണം പുറത്ത് വെച്ചാൽ കട്ട് ചെയ്ത് കഴിക്കാൻ ഓർമ്മ ഉണ്ടാവും. അപ്പോഴേക്കും ഉമ്മ ഇവിടെ ലഞ്ചിൻ്റെ പ്രിപ്പറേഷൻസ് ചെയ്തുകൊണ്ടിരിക്കുക കേട്ടോ. നല്ല അടിപൊളി അയില പൊരിച്ചതും കോളിഫ്ലവറും തേങ്ങയും ഇട്ട വറുത്തരച്ച കറിയും ചൂട് ചോറും ആയിരുന്നു ഇന്നത്തെ മെനു. ഫൈനൽ ടച്ചായിട്ട് കുറച്ച് മല്ലിച്ചപ്പ് വെതറി കൊടുക്കുക കേട്ടോ. ഈ സാധനം ഇട്ടതിന് ഒരു പ്രത്യേക തരം ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാട്ടോ മല്ലിച്ചപ്പിൻ്റെ ഫ്ലേവർ. ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഒരു ഡെസേർട്ടോ സ്വീറ്റോ മസ്റ്റായിട്ട് വേണമല്ലോ. സോ ഇത് നമ്മളെ കാലിക്കറ്റിലെ PT ഉഷാ റോഡിലെ മിഷ്ടി വാലാന്ന് വാങ്ങിയതാണ് കേട്ടോ. ആൻഡ് ഇറ്റ് ടേസ്റ്റ് സോ ഗുഡ്. അതിന് ശേഷം കുളിച്ച് കഴിഞ്ഞിട്ട് നേരെ മോനെ ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോവാം കേട്ടോ. റോഡ് പണി നടക്കുന്നതുകൊണ്ട് തന്നെ ഫുള്ള് ബ്ലോക്കായിരുന്നു. സോ അത് കാരണം ഞങ്ങൾക്ക് പാർക്കിംഗ് പോലും കിട്ടിയില്ലായിരുന്നു. വണ്ടി നിർത്താൻ നോക്കുമ്പോഴേക്കും ബാക്കിൽ നിന്ന് വണ്ടിക്കാർ ഇങ്ങനെ ഓണടിച്ച് വെറുപ്പിക്കുന്ന കാരണം വണ്ടി ദൂരെ തന്നെ നിർത്തി വെച്ച് അവിടുന്ന് ആസ്പായറിലോട്ട് എത്രയും ദൂരം വരെ വയ്യാത്ത എൻ്റെ മോനെയും കൂട്ടി നടക്കേണ്ടി വന്നു. അങ്ങനെ ഡോക്ടറെയും കാണിച്ച് ബ്ലഡ് ടെസ്റ്റ്സ് ഒക്കെ ചെയ്ത് മെഡിസിനൊക്കെ വാങ്ങി തിരിച്ച് വീട്ടിലോട്ട് പോവാണ്. ബ്ലഡ് ടെസ്റ്റിൻ്റെ റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം ബാക്കി എന്തെങ്കിലും മെഡിസിൻസ് ഉണ്ടെങ്കിൽ അതും പ്രിസ്ക്രൈബ് ചെയ്ത് തരാമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. വീട്ടിലെത്തിയപാട് നല്ലോണം വിശക്കുന്നുണ്ട്. ഞാനൊരു ഓറഞ്ച് ചാട്ട് ഉണ്ടാക്കി. ഇതിൻ്റെ റെസിപ്പി എൻ്റെ യൂട്യൂബ് ഷോർട്സിൽ ഓൾറെഡി അപ്ലോഡ് ചെയ്തതാണ്. മോൻ്റെ സ്പോർട്സ് ഷൂസ് ഇന്ന് കഴുകിയാലേ വെൻസ്ഡേ ആകുമ്പോഴേക്കും ഉണങ്ങും. വൈകുന്നേരം ആയാൽ വിൻഡോസ് അടിച്ചിട്ടില്ലെങ്കിൽ കൊതുകിൻ്റെ കാര്യം പിന്നെ പറയണ്ടല്ലോ. അടുത്ത വീട്ടിലെ ഹൗസ് വാമിങ് കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. മോന് സുഖമില്ലാത്തതുകൊണ്ട് ഞാൻ പിന്നെ പോവാൻ നിന്നി. ബട്ട് ഉമ്മയും ഉപ്പയും അറ്റൻഡ് ചെയ്ത് വന്നിട്ടോ.
വീട്ടിൽ ഉപ്പ കപ്പ വാങ്ങിക്കൊണ്ടുവന്നിട്ട് കുറച്ച് ദിവസമായി. സോ ഇന്ന് രാത്രിത്തേക്ക് എൻ്റെ സിസ്റ്റർ കപ്പ പുഴുക്ക് ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമാണ് കേട്ടോ ഇത്. ഇതിൻ്റെ റെസിപ്പി ഞാൻ പിന്നെ പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ, എന്നാലും അറിയാത്തവർക്ക് ഞാൻ പറഞ്ഞുതരാം. ഫസ്റ്റ് തന്നെ കപ്പ എടുത്ത് ഇതേപോലെ ക്യൂബ്സ് ആക്കി കട്ട് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് അധികം വേവണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ക്യൂബ്സ് ആയിട്ടും കട്ടാക്കാം കേട്ടോ. ഞാനിവിടെ അത്യാവശ്യം വലിപ്പമുള്ള 2 കപ്പയാണ് എടുത്തത്. ഇതിനൊരു പ്രഷർ കുക്കറിൽ ട്രാൻസ്ഫർ ചെയ്ത് അതിലൊരു 1/2 ടീസ്പൂൺ വീതം മല്ലിപ്പൊടിയും മുളക് പൊടിയും ആവശ്യത്തിന് ഉപ്പും ഇട്ട് ഒരു വിസിൽ വരെ വേവിച്ചെടുക്കാം. ഇതിലിപ്പോൾ ഞാൻ ചെറിയ ക്യൂബ്സാക്കി കപ്പ കട്ട് ചെയ്തുകൊണ്ടാണ് ഒരു വിസിലെന്ന് പറഞ്ഞത്. നിങ്ങളിപ്പോൾ വലിയ ക്യൂബ്സാക്കിയിട്ടാണ് കട്ട് ചെയ്തതെങ്കിൽ 2 വിസിൽസ് ആവശ്യം വരും. കപ്പ റെഡി ആകുമ്പോഴേക്കും ഉമ്മതാ ഇവിടെ അടിപൊളി മീൻ മുളകിട്ടത് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. ഒരു വിസിലൊക്കെ കഴിഞ്ഞു, പ്രഷറൊക്കെ റിലീസായി. ഇനി നമ്മളെ കപ്പ വെന്തിട്ടുണ്ടോയെന്നൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. പെർഫെക്റ്റ്, ഇത്രയായാൽ മതി. നിങ്ങൾക്ക് കുറച്ചുകൂടി മഷി ടെക്സ്ചർ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചധികം വിസിൽസ് വരെ വേവിച്ചെടുത്താൽ മതിയാവും. കുക്കായ ഈ കപ്പ എടുത്തിട്ട് നമുക്കൊരു ബോളിലോ പ്ലേറ്റിലോ ട്രാൻസ്ഫർ ചെയ്യലാണ് അടുത്ത പരിപാടി. അങ്ങനെ കപ്പ ഒക്കെ ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞ് നമുക്കിനി നെക്സ്റ്റ് സ്റ്റെപ്പായ വറവിലോട്ട് കടക്കാം അല്ലേ. അതിന് സ്റ്റോവിൽ അത്യാവശ്യം വലുപ്പമുള്ള ഒരു കടായിയോ ചട്ടിയോ ആദ്യം വെക്കാം. എന്നിട്ട് അതിലൊരു 2.5 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂണോളം കടുക് പൊട്ടിച്ചെടുക്കുക. കടുക് നല്ലോണം പൊട്ടിക്കഴിഞ്ഞതിന് ശേഷം ഒരു 3/4 ടേബിൾ സ്പൂണോളം ചതച്ച വെളുത്തുള്ളി ആഡ് ചെയ്ത് കൊടുക്കുക. പ്രത്യേകം ശ്രദ്ധിക്കുക, ഈ ഒരു റെസിപ്പിയിൽ വെളിച്ചെണ്ണ മസ്റ്റാണ്, എന്നാലേ ഇതിൻ്റെ ഒത്തൻറ്റിക് ഫ്ലേവർ കിട്ടുള്ളൂ. വെളുത്തുള്ളിൻ്റെ ആ റോ സ്മെല്ല് ഫേഡായാൽ മാത്രം മതി, ഓവറായിട്ട് ബ്രൗൺ ആക്കി എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി ഇതിലേക്ക് ഒരു 2 വറ്റൽ മുളകും 3-4 തണ്ണി കറിവേപ്പിലയും ഇട്ട് നല്ലോണം ഫ്രൈ ആക്കാം. സെയിം ടൈം വെളുത്തുള്ളിയും അതിൽ തന്നെ കിടന്ന് ഫ്രൈ ആയിക്കോളും. അതുകൊണ്ടാണ് നേരത്തെ ബ്രൗൺ ആക്കണ്ടെന്ന് പറഞ്ഞത്, അല്ലെങ്കിൽ പിന്നെ അത് കരിഞ്ഞു പോകും. വൺസ് ഇതെല്ലാം കൂടി നല്ലോണം ഫ്രൈ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 2 ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതും കൂടെ ഇട്ട് നല്ല രീതിയിൽ റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഇതെല്ലാം കഴിഞ്ഞ് നമ്മൾ സ്റ്റാർ ഇൻഗ്രീഡിയൻ്റ് ആയ കപ്പ ഇതിലോട്ടേക്ക് അങ്ങ് ആഡ് ചെയ്യുക. ഇനി ഇതെല്ലാം കൂടി നല്ല രീതിയിൽ മിക്സാക്കി കമ്പൈൻ ചെയ്തെടുക്കുക. ഒരു ഫാൻസി ഇൻഗ്രീഡിയൻസും ഇല്ലാതെ വളരെ ക്വിക്കായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി റെസിപ്പിയാണിത്. ഈ സാധനത്തിൻ്റെ കൂടെ ഒരു കട്ടനും കിട്ടിക്കഴിഞ്ഞാലുണ്ടല്ലോ, ഇറ്റ് വിൽ ബി ദ ബെസ്റ്റസ്റ്റ് കോംബോ എവർ. അങ്ങനെ നമ്മളെ കപ്പ പുഴുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എനിക്ക് ഈ സാധനം ഇതേപോലെ പ്ലെയിനായി കഴിക്കാനാണ് ഇഷ്ടം. സോ ഞാൻ മുളകിട്ട ഒന്നും ഇടാണ്ടാണ് കേട്ടോ കഴിച്ചത്. അതിൻ്റെ ഇടയ്ക്ക് രാവിലെ ഉപ്പൻ്റെ വണ്ടീൻ്റെ ചാർജർ കേടായി പോയിട്ടുണ്ടായിരുന്നു. സോ 1 ഇയർ വാറണ്ടി ഉള്ളതുകൊണ്ട് തന്നെ ചാർജർ റിപ്പയറിന് വേണ്ടി തിരിച്ച് ബോക്സിലാക്കി വെച്ച് നാളെ കൊറിയർ അയക്കും. അതിനുശേഷം ഉണങ്ങിയ ഡ്രസ്സുകളൊക്കെ മടക്കി വെക്കാനുണ്ടായിരുന്നു. ലാസ്റ്റ്ലി മോനും ഞാനും കൂടി ബെഡ് ടൈം സ്റ്റോറീസൊക്കെ വായിച്ച് കിടന്നുറങ്ങാൻ വേണ്ടി പോവാട്ടോ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഗുഡ് നൈറ്റ്.